ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വാമൻ്റെ ചതി അറിഞ്ഞതോടുകൂടി തന്നെ ദുർഗയുടെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിരിക്കുകയാണ്. മുൻപ് വിശ്വനാഥൻ്റെ ഭാര്യയായി കമലേശ്വരത്ത് വന്ന സമയത്ത് ദുർഗ കണ്ണനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും പരിചരിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. പിന്നീട് വിശ്വനാഥൻ മരിച്ചതിന് ശേഷം വാമദേവനാണ് ദുർഗയുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് ദുർഗയെ സ്വത്തിനും പണത്തിനുമൊക്കെ ആർത്തിയുള്ളവളാക്കി മാറ്റിയത്. മാത്രമല്ല കണ്ണന് നല്ല ചികിത്സയും കൊടുക്കാതെ മരുന്നുകളെല്ലാം മാറ്റിവെക്കാനൊക്കെ വാമദേവൻ ദുർഗയെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ദുർഗ പഴയ ആ ഒരു മൈൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കരുണയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ഉണ്ണിയുടെ പേരിൽ എഴുതി നൽകാമെന്ന് ഏറ്റിരിക്കുന്ന മുത്തശ്ശിയുടെ വീടും പറമ്പിനോടൊന്നും ദുർഗയ്ക്ക് ഇപ്പോൾ ഒരു താല്പര്യവും തോന്നുന്നില്ല. എത്രയൊക്കെ ആയാലും അവൾ നിൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മകളാണെന്നെല്ലാം ദുർഗ പറയുമ്പോൾ പണത്തിനോട് മാത്രം ആർത്തിയുള്ള ഉണ്ണി ദുർഗയുടെ വാക്കുകൾ തള്ളിക്കളയുന്നു. നമ്മൾ എന്തൊക്കെ കണ്ണനും ലക്ഷ്മിക്കും എതിരെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും കണ്ണൻ നമ്മളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അവരുടെ നന്മ മനസ്സിലാക്കണം, അവരെ സ്നേഹിച്ച് കൂടെ നിൽക്കണം എന്നെല്ലാം ദുർഗ ഉപദേശിക്കുന്നുണ്ടെങ്കിലും ഉണ്ണി ദുർഗയുടെ വാക്കുകളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല. സ്വത്തും മുത്തശ്ശിയുടെ വീടും പറമ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കരുണയെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഉണ്ണിയുടെ നിലപാട്. പിന്നീട് മുത്തശ്ശിയുടെ വാക്ക് കേട്ട് കരുണയാണെങ്കിൽ പൂങ്കണ്ണീരും ഒലിപ്പിച്ചുകൊണ്ട് മഹിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. തൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മകളായ കരുണയെ വറുത്ത് കോരുന്നുണ്ട് കേട്ടോ മഞ്ജു. മാത്രമല്ല മഹിയെ സ്റ്റെപ്പിൽ നിന്നും തള്ളി താഴെയിട്ട് കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളാണ് കരുണ. അപ്പോൾ അതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ മഞ്ജുവിൻ്റെ രക്തം തിളച്ചു പോവാണ്. എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ഈ സമയത്ത് ഉണ്ണിയേട്ടനോട് എന്നെ തള്ളിക്കളയരുത് എന്ന് പറയണമെന്നെല്ലാം കരുണ കരഞ്ഞപേക്ഷിക്കുമ്പോൾ ഉണ്ണി അവൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എനിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ കണ്ണേട്ടൻ്റെ സമ്മതം അതിനാവശ്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഏതായാലും മഞ്ജുവും ലേഖവും കൂടിയിട്ട് കരുണയെ അവിടെ നിന്നും ആട്ടി ഇറക്കി വിടുന്നുണ്ട്. ഏതായാലും കരുണയുടെ ആ കരച്ചിൽ കണ്ടിട്ട്, ആ ഒരു വിഷമം കണ്ടിട്ട് മഹിയുടെ മനസ്സിൽ അവളോട് ഒരു അലിവ് തോന്നിപ്പോകുന്നുണ്ട്. എത്രയൊക്കെ ആയാലും അവളൊരു അമ്മയാകാൻ തയ്യാറെടുക്കുകയല്ലേ. മാത്രമല്ല എല്ലാം കൊണ്ടും തിരിച്ചടികൾ തന്നെയാണ് കരുണയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കരുണ നന്നാവും എന്നൊക്കെ തന്നെയാണ് കേട്ടോ മഹി കണക്ക് കൂട്ടുന്നത്. ഉണ്ണിയാണെങ്കിൽ കരുണയുടെ ആ വീടും പറമ്പും കിട്ടുന്നതോടുകൂടി തന്നെ അവളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തന്നെ ഉള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. പക്ഷേ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് ദുർഗയും കണ്ണനും. അവളെ നീ കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾക്കൊപ്പം നിനക്കും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന് തന്നെ ഉണ്ണിയോട് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് മഹിയാണെങ്കിൽ കരുണയ്ക്ക് വേണ്ടി കണ്ണനോട് സംസാരിച്ച് നോക്കുന്നു. കരുണയുടെ അച്ഛനാണ് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ജീവൻ എടുത്തത് എന്നറിഞ്ഞിട്ട് പോലും ഉണ്ണി സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഉണ്ണി ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയും എന്ന് കരുതിയിട്ടാണല്ലോ അവളെ വീട്ടുപണികളെല്ലാം ചെയ്യിച്ച് മര്യാദക്കാരി ആക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. അവളുടെ അച്ഛൻ ജയിലിലേക്ക് പോയതോടുകൂടി അവൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം ഉണ്ണിയും കരുണയും തമ്മിൽ വേർപിരിയാൻ ഇടയാവരുത്. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് കണ്ണേട്ട, ആ കുഞ്ഞിനെ അച്ഛനില്ലാതെ വളർത്തേണ്ടി വന്നാൽ അവൾ ആകെ കഷ്ടപ്പെടും എന്നെല്ലാം മഹി ഇങ്ങനെ കരുണയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, വേണ്ട മഹി, ഇനിയും അവൾ എൻ്റെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവന് പോലും അത് ആപത്താണ്. കരുണയ്ക്ക് ഈ ജന്മം ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതാപൻ്റെ ചോരയാണ് അവൾ. ഒരു കൊലപാതകിയുടെ മനസ്സ് അവളിലുണ്ട്. തരം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും തന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാനായിട്ട് അവൾ ശ്രമിക്കും എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ ഒരവസാന അവസരം നമുക്ക് അവൾക്ക് കൊടുത്തു നോക്കാം കണ്ണേട്ടാ. അതുകൊണ്ടും അവൾ നന്നായില്ലെങ്കിൽ പിന്നെ അവളെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നെല്ലാം മഹി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഇപ്പോൾ എൻ്റെ രണ്ടാനമ്മയ്ക്കാണ് അവളോട് ഏറ്റവും കൂടുതൽ പകയുള്ളത്. ഉണ്ണി അവളെ കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറായിട്ട് പോലും രണ്ടാനമ്മയാണ് അതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഉണ്ണിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ള കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. സ്വന്തം അച്ഛൻ്റെ കൊലയാളിയുടെ മകളല്ലേ കരുണ, എന്നിട്ട് പോലും അവനൊരു ദേഷ്യവും കരുണയോട് തോന്നുന്നില്ലേ എന്നെല്ലാം കണ്ണനും മഹിക്കുമൊക്കെ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ചിലപ്പോൾ പ്രതാപൻ്റെ സ്വത്തുക്കളെല്ലാം കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കും ഉണ്ണി എന്തൊക്കെ അറിഞ്ഞിട്ടും അവൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിക്കുന്നത്. ഏതായാലും ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ എൻ്റെ രണ്ടാനമ്മ മാറിക്കഴിഞ്ഞു. അതുപോലൊരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ണിയുടെ മനസ്സിനും നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എൻ്റെ രണ്ടാനമ്മയുടെ മനസ്സ് മാറ്റിയത് മുഴുവൻ ആ വാമദേവനാണ്. അയാളിൽ നിന്നും ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് അവർ കരുതിയതല്ല. അതവർക്ക് വലിയൊരു ഷോക്ക് തന്നെ ആയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇനി നമ്മൾ സമ്മതിച്ചാൽ കൂടി അമ്മ കരുണയെ വീട്ടിൽ കയറിയാൻ സമ്മതിക്കില്ല. നമ്മുടെ ജീവിതമല്ലേ, അമ്മയുടെ ജീവിതമല്ലേ കരുണയുടെ അച്ഛൻ തകർത്തത് എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്.
അമ്മയെ പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ അച്ഛൻ്റെ മനസ്സ് അടുത്തറിയാൻ കഴിഞ്ഞ, അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നിപ്പോകൂ എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. പക്ഷേ മഹി വീണ്ടും കരുണയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്തായാലും ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം എന്ന് തന്നെ കണ്ണനും തീരുമാനിക്കുന്നു. അങ്ങനെ കരുണയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഉണ്ണിയോട് സമ്മതം മൂളുന്നുണ്ട് കേട്ടോ കണ്ണൻ. മുത്തശ്ശിയാണെങ്കിൽ വീടും പറമ്പും ഒക്കെ എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണി അതിന് തയ്യാറായിരിക്കുന്നത് എന്നുള്ള കാര്യം കരുണ പോലും അറിയുന്നില്ല. കരുണ മാത്രമല്ല ആർക്കും ആ സത്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല. അങ്ങനെ മുത്തശ്ശി കരുണയെ ഉണ്ണി കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുൻപ് തന്നെ വീടും പറമ്പും എല്ലാം ഉണ്ണിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കമലേശ്വരത്തേക്ക് തിരികെ എത്തുന്ന കരുണയ്ക്കാണെങ്കിൽ മുമ്പ് ദുർഗ മോളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ സ്നേഹമൊക്കെ ആയിരുന്നു കരുണയോട് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, നല്ല എട്ടിൻ്റെ പണി തന്നെയാണ് ദുർഗയും ഉണ്ണിയും കൂടിയിട്ട് കരുണയ്ക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഉണ്ണിക്കാണെങ്കിലും നല്ല ദേഷ്യമുണ്ട് കരുണയോട്. കാരണം തൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മകളാണ് എങ്കിലും വീടും പറമ്പും ഒക്കെ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് അവളെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിരുന്നത്. മാത്രമല്ല ഇനി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും അങ്ങനെ എല്ലാം കൊണ്ടും അവളെ പരിപാലിക്കേണ്ട ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് അവൾക്ക് നല്ല പണി കൊടുക്കാൻ തന്നെ അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിലും ഒട്ടും താല്പര്യമില്ലായിരുന്നു കരുണയെ വീണ്ടും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. പക്ഷേ പിന്നീട് കണ്ണൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ദുർഗ അതിനെ കുറച്ചെങ്കിലും സമ്മതം മൂളിയത്. അങ്ങനെ തിരിച്ചെത്തുന്ന കരുണയോട് ശരിക്കും ഒരമ്മായിയമ്മ പോലെ എടുക്കുന്നുണ്ട് കേട്ടോ ദുർഗ. ഇവിടെ താമസിക്കണമെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ പണികളും ചെയ്യേണ്ടി വരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയെ കൊണ്ട് സകല വീട്ടുപണികളും ദുർഗ ചെയ്യിക്കുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം സ്വന്തം വീടും പറമ്പും ഒക്കെ ഇപ്പോൾ ഉണ്ണിയുടെ പേരിലാണ്. ഇനി വീട് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ കേസിൻ്റെ പേരിൽ ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം സഹിക്കേണ്ടി വരുന്നു. മാത്രമല്ല കരുണയ്ക്ക് ഒന്നും അറിയില്ല. സ്വന്തം വീടും പറമ്പും എഴുതി കൊടുത്തിട്ടാണ് ഉണ്ണി അവളെ സ്വീകരിച്ചത് എന്നുള്ള കാര്യം. അതറിഞ്ഞു കഴിഞ്ഞാൽ കരുണ ഒരിക്കലും അതിന് സമ്മതിക്കാനും സാധ്യതയില്ല. അങ്ങനെ ഉണ്ണിയുടെ മുന്നിലാണെങ്കിലും ഇപ്പോൾ കരുണയ്ക്ക് ഒന്നും മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. കാരണം മുൻപൊക്കെ ഉണ്ണി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്ത് വായടപ്പിച്ച് ഇരുന്നവളായിരുന്നു കരുണ. പക്ഷേ ഇപ്പോൾ അവളുടെ അഹങ്കാരമൊക്കെ പകുതിയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പ്രതാപൻ ജയിലിലായതോടുകൂടി തന്നെ. അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ മുന്നിലും ഒന്നും പറയാൻ കഴിയാതെ എല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കാനേ കരുണയ്ക്ക് കഴിയുന്നുള്ളൂ. പിന്നീട് മഹിയെയും കുഞ്ഞിനെയും കമലേശ്വരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. മുൻപത്തെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ദുർഗ മഹിയെ കാണുമ്പോൾ തന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് അവളെ വേദനിപ്പിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. പക്ഷേ മഹിയെയും കണ്ണനെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദുർഗ തന്നെ മഹിയുടെ പ്രസവ ശുശ്രൂഷകൾ എല്ലാം തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ മോഹിയുടെ സ്ഥാനത്ത് നിന്ന് ദുർഗ തന്നെ മഹിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും കരുണയ്ക്ക് വലിയൊരു അസൂയ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കാരണം സ്വന്തം അമ്മായിയമ്മയാണ് ഇപ്പോൾ മഹാലക്ഷ്മിയെ സ്നേഹിച്ച് പരിചരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും കരുണയ്ക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്